വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ നിന്നുള്ളവർ തലക്കോട് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വൻ ജനാവലിയാണ് സമരത്തിൽ പങ്കെടുത്തത്. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സവും സൃഷ്ടിക്കപ്പെട്ടു. വനം വകുപ്പിന്റെ നിസ്സംഗത തുടർന്നാൽ കൂടുതൽ ശക്തമായ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ജനപ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും മുന്നറിയിപ്പ് നൽകി. ആനയും മറ്റു വന്യമൃഗങ്ങളും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ വനം വകുപ്പിനെതിരെ സമരരംഗത്തിറങ്ങിയത്. കവളങ്ങാട് പഞ്ചായത്തിലെ തലക്കോട്, അള്ളുങ്കൽ, പാച്ചോറ്റി എന്നീ പ്രദേശങ്ങളിലുള്ളവരും വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് നിവാസികളുമാണ് തലക്കോട് വനം വകുപ്പ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ആക്ഷൻ കൗൺസിലുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സമരം. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. നാട്ടുകാരുടെയും പ്രതിഷേധത്തിന് മുൻപും പിടിച്ചു നിൽക്കാനാവാതെ അധികാരികൾ പതറിപ്പോകുന്നതിന് മുൻപ് ശാശ്വതമായ സമരത്തിലായിരിക്കുകയാണ്. പൊതുജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിലും ധർണയിലും മുഴുവൻ ആളുകളുടെയും മനുഷ്യജീവന് സംരക്ഷണം നൽകുന്നതിനും കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളായ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള വന്യമൃഗശല്യവും വനം വകുപ്പ് കാഴ്ചക്കാരാവുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുന്നറിയിപ്പ് നൽകി. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ജനം നിയമം കൈയടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനം സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ലാതെ, അവർ നിർദ്ദേശിക്കുന്ന കൃഷികളല്ലാതെ ലഹരി മരുന്നുകളായ കഞ്ചാവോ അങ്ങനെയുള്ള കൃഷികളുമല്ല അവരുടെ കൃഷിയിടങ്ങളിൽ ചെയ്യുന്നത്. വാഴയും കപ്പയും ചേനയും ചേമ്പും റബ്ബറും തെങ്ങുമെല്ലാം കമുങ്ങുമെല്ലാം കൃഷി ചെയ്തിട്ട് വിളവെടുക്കുന്ന അവരുടെ സമയമാകുമ്പോൾ ഈ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ വൻതോതിൽ ഉപയോഗം അഴിച്ചുവിട്ടുകൊണ്ട് അവരുടെ കൃഷികൾ നശിപ്പിക്കുമ്പോൾ ഏതാണ്ട് 3 വർഷത്തോളമായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം തുടങ്ങിയിട്ട് നാളിതുവരെ 1 രൂപ പോലും ഈ ബന്ധപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ്. അതിനെല്ലാം വളരെ നിസ്സംഗതയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് ഇവരെല്ലാവരും സംരക്ഷിക്കുന്നത് വന്യമൃഗങ്ങളെയാണ് എന്നൊരു തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ യാസർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സൈജൻ ചാക്കോ, ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി, കെ.ഇ. ജോയ്, പി.എം. ശിവൻ, ഉല്ലാസ്, ജോൺസൺ കറുകപ്പള്ളി, പി.എം.എ. കരീം, എം.എക്സ്. ബിനു, ഇ.എം. സഞ്ജീവ്, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, എം.എച്ച്. നൌഷാദ്, ജോയിമോൻ ജോസഫ്, എം.എം. ഷംസ്, ഫിലോമിന ബിജു, സോജൻ കാഞ്ഞമല തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവീനർ പി.ടി. ബെന്നി സ്വാഗതവും ഷാജു മലയിൽ കൃതജ്ഞതയും പറഞ്ഞു. ഈ ജനകീയ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ച് ഇനിയും ഇതുവരെ സ്വസ്ഥമായി കഴിയാനാണ് ഈ ഫോറസ്റ്റ് അധികാരികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും നാട്ടിലിറങ്ങി സ്വസ്ഥമായി നടക്കാൻ കഴിയില്ല. അതിനെതിരായി വലിയ ജനകീയ സമരം വീണ്ടും ഇവിടെ രൂക്ഷമാകും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.